ആകാശവാണി. നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് ഹരിഷ്ണ. 2047 വികസിത ഇന്ത്യ എന്ന ലക്ഷ്യം സാക്ഷാത്കരിക്കുന്നതിൽ വനിതകൾക്ക് പ്രധാന പങ്ക് വഹിക്കാനാകുമെന്ന് രാഷ്ട്രപതി ദ്രൌപദി മുർമു. ഗുജറാത്തിലെ സൂറത്തിൽ സർദാർ വല്ലഭായ് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിലെ 20ാമത് ബിരുദദാന ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു രാഷ്ട്രപതി. 1434 വിദ്യാർത്ഥികൾ ബിരുദം സ്വീകരിച്ചു. രാജ്യത്ത് നിയമന പ്രക്രിയ സുതാര്യമാക്കാൻ കേന്ദ്ര സർക്കാരിന് സാധിച്ചതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. റോസ്ഗർ മേളയുടെ 12ാം ഘട്ടത്തിന്റെ ഉദ്ഘാടനം വീഡിയോ കോൺഫറൻസിംഗിലൂടെ നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. രാജ്യത്തെ 47 കേന്ദ്രങ്ങളിലായി നടന്ന റോസ്ഗാർ മേളയിൽ 1 ലക്ഷം പേർക്കാണ് നിയമന പത്രങ്ങൾ കൈമാറിയത്. UPI സാങ്കേതികവിദ്യ യുണൈറ്റിംഗ് പാർട്ട്നേഴ്സ് വിത്ത് ഇന്ത്യ എന്ന പുതിയ ഉത്തരവാദിത്തം കൂടി നിറവേറ്റുകയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഇന്ത്യയുടെ യൂണിഫൈഡ് പേയ്മെന്റ് ഇന്റർഫേസ് UPI സേവനം ശ്രീലങ്കയിലും മൌറീഷ്യസിലും പ്രവർത്തനമാരംഭിച്ചു. പ്രധാനമന്ത്രിയുടെ ഔദ്യോഗിക UAE സന്ദർശനത്തിന് നാളെ തുടക്കമാകും. UAE പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാനുമായി അദ്ദേഹം ഉഭയകക്ഷി ചർച്ചകൾ നടത്തും. UAE വൈസ് പ്രസിഡന്റ്, പ്രധാനമന്ത്രി എന്നിവരുമായും അദ്ദേഹം കൂടിക്കാഴ്ച നടത്തും. ദുബായിൽ നടക്കുന്ന ലോക ഗവൺമെന്റ് ഉച്ചകോടിയിലും അദ്ദേഹം വിശിഷ്ടാതിഥിയായി പങ്കെടുക്കും. ബീഹാറിൽ മുഖ്യമന്ത്രി നിതീഷ് കുമാർ സർക്കാർ നിയമസഭയിൽ വിശ്വാസ വോട്ട് നേടി. 243 അംഗസഭയിൽ 129 പേർ പ്രമേയത്തിനെ പിന്തുണച്ചു. പ്രതിപക്ഷമായ RJDയും കോൺഗ്രസും ഇടതു പാർട്ടികളും വോട്ടെടുപ്പ് പ്രക്രിയ ബഹിഷ്കരിച്ചു. ഉപരാഷ്ട്രപതി ജഗദീപ് ധൻകർ നാളെ അസമിലെ ഗുവാഹത്തി സന്ദർശിക്കും. അസം സംസ്ഥാന സർക്കാരിന്റെ പരമോന്നത സിവിലിയൻ പുരസ്കാരങ്ങളായ അസം വൈഭവ്, അസം സൌരവ്, അസം ഗൌരവ് എന്നിവ ഉപരാഷ്ട്രപതി സമ്മാനിക്കും. തൃപ്പൂണിത്തുറ പുതിയകാവ് ക്ഷേത്രത്തിൽ ഉത്സവത്തിനെത്തിച്ച പടക്കം പൊട്ടിത്തെറിച്ച് മരിച്ചവരുടെ എണ്ണം 2ആയി. സംഭവവുമായി ബന്ധപ്പെട്ട് 4 പേരെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. കരിമരുന്ന് പ്രയോഗത്തിനായി പടക്കമെത്തിച്ച വടക്കുംഭാഗം കരയോഗ ഭാരവാഹികൾക്കെതിരെ പോലീസ് മനഃപൂർവ്വമല്ലാത്ത നരഹത്യയ്ക്ക് കേസെടുത്തു. ആറ്റുകാൽ പൊങ്കാലയോടനുബന്ധിച്ച് ഭക്ഷണ സാധനങ്ങൾ വിതരണം ചെയ്യുന്നവർക്ക് നഗരസഭയിൽ രജിസ്റ്റർ ചെയ്യുന്നതിലേക്കായുള്ള പോർട്ടൽ നിലവിൽ വന്നു. മന്ത്രിമാരായ MP രാജേഷ്, V ശിവൻകുട്ടി എന്നിവർ ചേർന്ന് പോർട്ടലിന്റെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു. ആറ്റുകാൽ പൊങ്കാല മഹോത്സവം ഫെബ്രുവരി 17 മുതൽ 25 വരെയാണ്. പൊങ്കാലയോടനുബന്ധിച്ച് വിവിധ സംഘടനകൾ, സ്ഥാപനങ്ങൾ, വ്യക്തികൾ എന്നിവർ അന്നദാന, കുടിവെള്ള വിതരണം നടത്താൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് രജിസ്റ്റർ ചെയ്യുന്നതിന് വേണ്ടിയാണ് പോർട്ടൽ ആരംഭിച്ചത്. മാനന്തവാടിയിൽ കർഷകനെ കൊന്ന കാട്ടാനയായ ബേലൂർ മഖ്നയെ മയക്കുവെടിവെച്ച് പിടികൂടാനുള്ള ദൌത്യം ഇന്നും പൂർത്തിയാക്കാൻ കഴിഞ്ഞില്ല. 200 അംഗ ദൌത്യസേനയുടെ നേതൃത്വത്തിൽ അതിരാവിലെ തന്നെ ആനയെ പിടികൂടാനുള്ള ദൌത്യം തുടങ്ങിയിരുന്നു. കാട്ടാനയെ മയക്കുവെടി വയ്ക്കുന്നതിന് വെറ്റിനറി ഡോക്ടറുടെ നേതൃത്വത്തിൽ മണ്ണുണ്ടി ഭാഗത്ത് എത്തിയെങ്കിലും ആനയുടെ സഞ്ചാരം വളരെ വേഗത്തിലായതിനാൽ ഇതിന് കഴിഞ്ഞില്ല. ഏകദേശം 100 മീറ്റർ അടുത്തുവരെ കാട്ടാനയുടെ സാന്നിധ്യം ലഭിച്ചിരുന്നു. നാളെ മുതൽ ഏറുമാടങ്ങൾ സജ്ജമാക്കി വെടിവയ്ക്കാനുള്ള ഒരുക്കത്തിലാണ് വനം വകുപ്പ്. സംസ്ഥാന ബജറ്റിന്മേലുള്ള പൊതുചർച്ചയ്ക്ക് നിയമസഭയിൽ തുടക്കമായി. ഡെപ്യൂട്ടി സ്പീക്കർ ചിറ്റയം ഗോപകുമാർ ചർച്ചയ്ക്ക് തുടക്കം കുറിച്ചു. ബജറ്റ് ചർച്ചകൾ ഈ മാസം 15 വരെ തുടരും. സംസ്ഥാനത്തെ എല്ലാ സർക്കാർ ഓഫീസുകളിലും മിന്നൽ പരിശോധന നടത്തുമെന്ന് വിവരാവകാശ കമ്മീഷണർ AA ഹക്കീം. സംസ്ഥാന വിവരാവകാശ കമ്മീഷൻ കളക്ടറേറ്റിൽ തെളിവെടുപ്പിന് ശേഷം നടത്തിയ പത്രസമ്മേളനത്തിലാണ് അദ്ദേഹം ഇക്കാര്യം വ്യക്തമാക്കിയത്. ഇതിനായി സജ്ജമാകാൻ കളക്ടർമാരുടെ പ്രത്യേക യോഗം വിളിക്കും. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോട്ടയം മണ്ഡലത്തിൽ LDF സ്ഥാനാർത്ഥിയായി കേരള കോൺഗ്രസ് എമ്മിലെ സിറ്റിംഗ് MP തോമസ് ചാഴിക്കാടൻ മത്സരിക്കുമെന്ന് പാർട്ടി ചെയർമാൻ ജോസ് കെ മാണി അറിയിച്ചു. 2019 തിരഞ്ഞെടുപ്പിൽ UDFന്റെ ഭാഗമായാണ് കേരള കോൺഗ്രസ് എം മത്സരിച്ചു ജയിച്ചത്. കുംഭമാസ പൂജകൾക്കായി ശബരിമല ക്ഷേത്രനട നാളെ വൈകുന്നേരം 5 മണിക്ക് തുറക്കും. നട തുറക്കുന്ന ദിവസം പ്രത്യേക പൂജകൾ ഉണ്ടാവില്ല. ദർശനത്തിനെത്തുന്ന അയ്യപ്പ ഭക്തർക്ക് വെർച്വൽ ക്യൂ ബുക്കിംഗ് ടിക്കറ്റ് നിർബന്ധമാണ്. വിവിധ വകുപ്പുകളുടെയും സംഘടനകളുടെയും സഹകരണത്തോടെ കൊച്ചി മെട്രോ ഫേസ് 2വിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ സുഗമമാക്കാൻ എറണാകുളം ജില്ലാ കളക്ടറുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ തീരുമാനം. കല്ലൂർ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയം മുതൽ കാക്കനാട് ഇൻഫോ പാർക്ക് വരെയുള്ള മെട്രോ നിർമ്മാണവുമായി ബന്ധപ്പെട്ട യോഗത്തിലാണ് തീരുമാനം. ലോക റേഡിയോ ദിനമായ നാളെ ആകാശവാണിക്ക് വേണ്ടി നയി സോച്ച് നയി കഹാനി, സ്മൃതി ഇറാനിയോടൊപ്പമുള്ള റേഡിയോ യാത്ര എന്ന പരിപാടിയുടെ അവസാന ഭാഗത്തിൽ രാഷ്ട്രപതി ദ്രൌപദി മുർമു തന്റെ ജീവിതാനുഭവങ്ങൾ പങ്കുവയ്ക്കും. കേന്ദ്രമന്ത്രി സ്മൃതി ഇറാനിയുമായി നടത്തുന്ന 1 മണിക്കൂർ നീണ്ട ആശയവിനിമയം നാളെ രാവിലെ 9 മണിക്ക് ആകാശവാണി ഗോൾഡിലും വൈകുന്നേരം 7 മണിക്ക് ആകാശവാണി റെയിൻബോയിലും പ്രക്ഷേപണം ചെയ്യും. ആകാശവാണിയുടെ എല്ലാ സാമൂഹ്യ മാധ്യമങ്ങളിലും ഈ പരിപാടി ലഭ്യമാകും. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ 6:45-ന്.